എന്താണ് യഥാർത്ഥത്തിൽ ഈ ചൂരൽമലയിലെയും മുണ്ടക്കയിലെയും പുഞ്ചിരിമട്ടത്തെയും അട്ടമലയിലെയും ഒക്കെ ആളുകൾക്ക് വേണ്ടത്? നിലവിൽ ഇപ്പോൾ നേരത്തെ ശ്രീ പി കെ ഫിറോസ് പറഞ്ഞു, അടിയന്തര ധനസഹായം പോലും എത്തിയിട്ടില്ല. ആളുകൾക്ക് ഒന്ന് ഷേവ് ചെയ്യണമെങ്കിൽ അതിനു പോലുമുള്ള പൈസയില്ല. വാടക വീട് കണ്ടെത്താൻ പോകണമെങ്കിൽ ഒരു ഓട്ടോ കാസ്റ്റ് കൊടുക്കാനില്ല. അപ്പോൾ അങ്ങനെ ഒരു ഗുരുതരമായ സാഹചര്യമുണ്ട് എന്ന് ഫിറോസ് പറയുന്നു. രണ്ടാമത്തെ കാര്യം അദ്ദേഹം പറഞ്ഞത് പുത്തുമലയുടെ കാര്യമാണ്. പുത്തുമലയിൽ എന്തെല്ലാം വാഗ്ദാനങ്ങൾ ഉണ്ടായിരുന്നു, അതൊന്നും ആ നിലയ്ക്ക് നിറവേറ്റപ്പെട്ടിട്ടില്ല. മാത്രമല്ല അനുവദിക്കപ്പെട്ട, അതായത് സന്നദ്ധ പ്രവർത്തകരും സംഘടനകളും തന്നെയാണ് ഇപ്പോഴും അവരുടെ കാര്യങ്ങൾ നോക്കുന്നത്, സർക്കാർ നേരിട്ടല്ല എന്നൊക്കെയുള്ള ആക്ഷേപമുണ്ട്. ഈ സന്നദ്ധ പ്രവർത്തകർ ആ വെച്ചുകൊടുത്ത വീടുകൾ ചോർന്നൊലിക്കുന്നു എന്ന ആക്ഷേപം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ദുരന്തമുണ്ടാകുമ്പോൾ മാത്രം വാഗ്ദാനങ്ങളും വലിയ വലിയ ആശയങ്ങളുമൊക്കെ മുന്നോട്ട് വയ്ക്കുകയും അതിനുശേഷം മറ്റ് തിരക്കുകളിലേക്ക് കടക്കുമ്പോൾ ഈ ദുരന്തം അതിജീവിച്ചവരെയും അതിൽ ദുരിതം അനുഭവിക്കുന്നവരെയും ഒക്കെ അപ്പാടെ മറക്കുന്ന ഒരു സമീപനം ഭരണാധികാരികളിൽ നിന്നുണ്ടാകുന്നു എന്നുമാണ് പി കെ ഫിറോസ് പറഞ്ഞത്. എന്താണ് യഥാർത്ഥത്തിൽ ഈ പുനരധിവാസവും സഹായധനവുമായി ബന്ധപ്പെട്ടൊക്കെ ഈ മേഖലയിലുള്ളവരുടെ പ്രധാനപ്പെട്ട പരാതിയും ആക്ഷേപവും? ആദ്യം നമ്മൾ അടിയന്തരമായി ഈ ക്യാമ്പിൽ താമസിക്കുന്ന ആളുകൾക്ക് ശ്രീ ഫിറോസ് പറഞ്ഞതുപോലെ അവരുടെ സ്വകാര്യമായ ആവശ്യങ്ങളുണ്ട്. നമ്മൾ ക്യാമ്പിൽ ഭക്ഷണം കൊടുക്കാറുണ്ട്, ക്യാമ്പിൽ വസ്ത്രങ്ങൾ കൊടുക്കാറുണ്ട്. പക്ഷേ അവർക്ക് സ്വകാര്യമായുള്ള ആവശ്യങ്ങൾക്ക് അവരുടെ കയ്യിലൊരു പൈസ ഇല്ല എന്നുള്ളത് കൊണ്ട് ഒരു അടിയന്തര ധനസഹായം നൽകണമെന്ന് നമ്മൾ ആവശ്യപ്പെട്ടു. അതങ്ങനെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും 10,000 രൂപ വെച്ച് നൽകാൻ തീരുമാനിച്ചു. അതൊരു 2-3 ദിവസം മുമ്പാണ് ആ പ്രഖ്യാപനം വന്നത്. അപ്പോൾ ശ്രീ അനിൽകുമാർ ഈ ചർച്ചയിൽ പറഞ്ഞതുപോലെ 62 പേർക്ക് ഇത് കൊടുത്തിട്ടുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷെ ഇതിനകത്ത് ഇത് കൊടുക്കാനുള്ളൊരു ബുദ്ധിമുട്ട്, ഇത് 10,000 രൂപയായതുകൊണ്ട് ഇത് ബാങ്ക് ത്രൂ ആണ് ഈ പണം നൽകാൻ കഴിയുക എന്നുള്ളതാണ്. വളരെ സാധാരണക്കാരായ ആളുകളാണ്. നമ്മളാണെങ്കിൽ പോലും നമ്മളുടെ ബാങ്ക് അക്കൗണ്ട് നമ്പറൊക്കെ ചിലപ്പോൾ ഫോണിലൊക്കെ ഉണ്ടാവും, അതും നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഇത്രയും ആളുകളിലേക്ക് ഈ പണം ബാങ്ക് അക്കൗണ്ട് വഴി എത്തിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ പ്രോസസ്സാണ്. കാരണം അവർക്ക് ബാങ്ക് അക്കൗണ്ട് നിലവിലുണ്ടോ എന്ന് നോക്കണം, അവരുടെ അക്കൗണ്ട് നമ്പർ കണ്ടെത്തണം, അതിലേക്ക് ഇത് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റണം, അതിലിവർക്ക് എടുക്കാൻ പറ്റും. ഈ ഒരു പ്രോസസ്സ് നടക്കണം. അപ്പോൾ ഇതിൻ്റെ ഒരു കാര്യം കൊണ്ട് ഇതിൽ കാലതാമസം ഉണ്ടാവാനും പാടില്ല. അപ്പോൾ ഇതിനകത്ത് സർക്കാരിന് വേണമെങ്കിൽ SDRFൻ്റെയും CNDRFൻ്റെയും കൂടി പണമാണ് 10,000 എന്നാണ് പറയുന്നത്. ഇതെങ്ങനെ ആളുകൾക്ക് നേരിട്ട് കൊടുക്കാൻ പറ്റുമെങ്കിൽ ഒരു ദിവസം കൊണ്ട് നമുക്കിത് കൊടുത്തു തീർക്കാൻ പറ്റും. പക്ഷേ ഇത് ബാങ്ക് ത്രൂ ആണെങ്കിൽ ഇനിയും ഇത് സമയം വൈകിക്കൊണ്ടേയിരിക്കും. കാരണം 14ഓളം ക്യാമ്പിൽ നിൽക്കുന്ന ആളുകളിൽ 62 പേർക്ക് മാത്രമാണ് ഈ പണം കിട്ടിയതെന്ന് പറയുമ്പോൾ ഈ എത്ര പേർക്ക് കിട്ടാനുണ്ട് എന്നുള്ളത് നമുക്ക് ഊഹിച്ചാൽ മതി എന്നുള്ള കാര്യമാണ്. രണ്ടാമത് നമുക്ക് വരെ വാടക വീട്ടിലേക്ക് മാറ്റുന്നതുമായി ബന്ധപ്പെട്ടാണ്. വാടക വീട്ടിലേക്ക് മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് ഇന്നും നമ്മൾ മീറ്റിങ്ങുകളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ വിചാരിച്ച എണ്ണത്തിലേക്ക് വാടക വീട് എത്തിയിട്ടില്ല. അപ്പോൾ ഗോപിയാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ചർച്ചയിൽ പറഞ്ഞത്, എമൗണ്ട് ഫിക്സ് ചെയ്തു, 6,000 രൂപയാണ് വാടകയുടെ എമൗണ്ട് എന്ന് ഫിക്സ് ചെയ്തു എന്ന് പറയുന്നു. അത് അങ്ങനെയാണെങ്കിൽ നമ്മൾ 6,000 രൂപ ഒരു വർഷത്തേക്ക് നമ്മൾ കൊടുക്കാൻ തയ്യാറാവണം. ഒരു വാടക വീട് എടുക്കുന്ന ആളുടെ തുക 1-2 മാസത്തേക്ക് കൊടുക്കുകയും പിന്നീട് അത് മാസം അയച്ചോളാം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു വാടക വീടും പലപ്പോഴും ലഭ്യമാവില്ല. ആളുകൾ പോകാനും താല്പര്യപ്പെടില്ല, കാരണം പുത്തുമലയുടെ അനുഭവം ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ ഒരു വർഷത്തേക്കുള്ള തുക നമ്മൾ കൊടുക്കുക. പക്ഷേ ഇപ്പോൾ ഒരുപാട് സന്നദ്ധ പ്രവർത്തകർ വാടക വീട്ടിലേക്ക് ആളുകളെ മാറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവരുടെ കേന്ദ്രീകൃതമായി അവർ കണ്ടെത്തുകയും അവരാളുകളെയും മാറും. അപ്പോൾ വാടക വീട് എടുക്കുന്നത് നമ്മൾ സ്പീഡാക്കണം. കാരണം ഇപ്പോൾ ജില്ലയിൽ നമ്മൾ ദുരിതമുണ്ടായത് നമ്മൾ മുണ്ടക്കൈ, ചൂരൽമല, അട്ടമല മേഖലയിലാണെങ്കിലും ഈ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന സ്കൂളുകളെല്ലാം നോക്കുകയാണെങ്കിൽ ഏകദേശം 10,000-ഓളം വിദ്യാർത്ഥികളുടെ പഠനം നിലവിൽ നടക്കുന്നില്ല എന്നുള്ളതാണ്. ആ സ്കൂളുകൾ ഇപ്പോൾ മേപ്പാടി സ്കൂൾ, CMS, തബോർ, സെൻറ്റ് ജോസഫ്സ്, ഡീപോൾ, അങ്ങനെ SKMG, അങ്ങനെ ഒരുപാട് സ്കൂളുകളിൽ ഇപ്പോൾ നമ്മുടെ ക്യാമ്പുണ്ട്. ഈ സ്ഥലങ്ങളിലൊന്നും വിദ്യാഭ്യാസം നടക്കുന്നില്ല. അപ്പോൾ അത്രയും കുട്ടികൾ ഇപ്പോൾ നിലവിൽ 2 ആഴ്ചയായി പുറത്താണ്. അപ്പോൾ അത് ഇനിയും നമുക്ക് കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റില്ലാത്തതുകൊണ്ട് ക്യാമ്പുകൾ വളരെ വേഗതയിൽ വാടക വീട്ടിലേക്ക് മാറണം. പക്ഷേ വാടക വീട്ടിലേക്ക് മാറുക എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമല്ല. കാരണം നമ്മൾ പുത്തുമലയിൽ 54 വാടക വീട് മതിയായിരുന്നു നമുക്കന്ന്. അതുപോലും നമുക്ക് ജനകീയമായൊരു കമ്മിറ്റി ഉണ്ടാക്കി തിരഞ്ഞിട്ടും നമുക്ക് മേപ്പാടിയിൽ കിട്ടുന്നതിൻ്റെ ഒരു സാഹചര്യം ബുദ്ധിമുട്ടാണ്. 2, ഈ ഒരു വാടക ആളുകൾ തയ്യാറാകുമോ എന്നുള്ളൊരു സംശയമുണ്ട്. കാരണം ഞാനൊരു വാടക വീട് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ വരുമാനമാണ് എൻ്റെ ജീവിതമാർഗം. അപ്പം നമ്മളവിടെ ഈ ഒരു പ്രയാസത്തിൻ്റെ സമയത്ത് ഇത് 6,000 തരുള്ളൂ എന്ന് പറഞ്ഞാൽ ആ കുടുംബത്തിനും കഴിയാൻ പറ്റാത്ത സാഹചര്യം വരും. അപ്പോൾ ഈ തുകയ്ക്ക് ഇത് പോസിബിൾ ആകുമോ എന്നുള്ളത് നമ്മളിനി മുന്നോട്ട് പോകുമ്പോൾ മാത്രമേ അറിയാൻ കഴിയുള്ളൂ. സൗജന്യമായി ചില ആളുകൾ തരുമെന്നുള്ളതാണ്. പിന്നെ ഗോപി ചോദിച്ചത് പുത്തുമലയാണ്. പുത്തുമലയുമായി ബന്ധപ്പെട്ട് പുത്തുമലയിൽ ഉണ്ടായ തെറ്റുകൾ, പുത്തുമലയിലുണ്ടായ പാളിച്ചകൾ മുണ്ടക്കൈ, ചൂരൽമല പുനരധിവാസത്തിന് ഉണ്ടാവരുത് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല എന്നുള്ളതാണ്.
അതങ്ങനെ പറയാനുള്ള കാരണം ഇത് വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്തായിരുന്നെങ്കിൽ നമുക്ക് ഇവരോട് ചിലപ്പോൾ പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റും. ഇത് ഇവർ കണ്ണുകൊണ്ട് കണ്ടതാണ്. ഇപ്പം നമ്മൾ ക്യാമ്പിൽ പോകുമ്പോൾ ചില ചേച്ചിമാർ നമ്മളോട് പറയും പുത്തുമലക്കാർ ബുദ്ധിമുട്ടായതുപോലെ നമ്മൾ ബുദ്ധിമുട്ടാവില്ലേ എന്ന് ചോദിക്കും. ചാനലുകാർ വരുമ്പോഴും അവരത് പറയും. കാരണം പുത്തുമലയിൽ എന്താണ് അവരുടെ റീഹാബിലിറ്റേഷനിൽ സംഭവിച്ചത് എന്ന് നമ്മൾ ഒരാളോടും പറയേണ്ട. മുണ്ടക്കയിലും ചൂരൽമലയിലും അവർ നേരിട്ട് കണ്ടവരും അനുഭവിച്ചവരുമാണ്. അപ്പോൾ അവിടെ വീടിൻ്റെ കാര്യം ശ്രീ ഫിറോസ് പറയുകയുണ്ടായി. നമ്മൾ വീട് വലുതാക്കണം. നമ്മളിത് ആദ്യമേ പറഞ്ഞത് കസ്റ്റമൈസ്ഡ് ആവണം വീടുകൾ എന്നുള്ളതാണ്. ഒരു വീട്ടിൽ എത്ര അംഗങ്ങളുണ്ടോ ആ അംഗങ്ങൾക്ക് സൗകര്യപ്രദമായി ജീവിക്കത്തക്ക രീതിയിലുള്ള വീട്. അത് വലിയ വലിപ്പം വേണമെന്നല്ല, ഒരു സാധാരണ കുടുംബത്തിലുള്ള അംഗങ്ങൾക്ക് വൃത്തിയിലും സമാധാനത്തോടു കൂടിയും ജീവിക്കാനുള്ള വലുപ്പത്തിൽ ഡിസൈൻ ചെയ്ത വീടുകളായിരിക്കണം. കഴിഞ്ഞ തവണ ഉണ്ടായൊരു പ്രശ്നം എന്ന് പറയുന്നത് ഈ വീടിൻ്റെ ഒരു ഡിസൈൻ ഉണ്ടാക്കി, ചെരിച്ചു വാർക്കുന്നൊരു ഡിസൈൻ ഉണ്ടാക്കി. അത് ചെരിച്ചേ വാർക്കുള്ളൂ എന്നുള്ള ചില ഉദ്യോഗസ്ഥരുടെ വാശിയാണ് അവിടെ നടന്നത്. ആളുകൾ അത് പറ്റില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഉദ്യോഗസ്ഥർ അതേ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ചില സന്നദ്ധ സംഘടനകൾ അത് പറ്റാത്തത് കൊണ്ട് ഈ സ്പോൺസർഷിപ്പിൽ നിന്ന് പിന്മാറി. പിന്നീട് കുറച്ച് സന്നദ്ധ സംഘടനകളെ കൂട്ടിച്ചേർത്തു. അങ്ങനെ നമ്മൾ വീടുണ്ടാക്കിയപ്പോൾ ആ വീട് ചോർന്നൊലിക്കാൻ തുടങ്ങി. ആളുകൾക്ക് ഒരു രണ്ടാമതൊരു നില പണിയാൻ ആ സാഹചര്യം ഉണ്ടാകുമ്പോൾ അതില്ലാതെയായി. പക്ഷേ ഈ പാവപ്പെട്ട മനുഷ്യർ നിവൃത്തികേടുള്ളത് കൊണ്ട് ഈ 7 സെൻറ്റ് സ്ഥലവും ഈ വീടെങ്കിൽ വീട് ഈ വാടക കെട്ടിടത്തിലോ അവിടെ എവിടെയോ കിടക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് അവർ അതിനകത്ത് കോംപ്രമൈസ് ചെയ്തു എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. ആ കോംപ്രമൈസിങ് മുണ്ടക്കൈയിൽ പ്രതീക്ഷിക്കരുത്. കാരണം അവർക്ക് അത്യാവശ്യം അവർക്ക് ജീവിക്കാനുള്ള വീടുകൾ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത്. പക്ഷേ വീട് മാത്രം പോരാ. ഇപ്പോൾ നേരത്തെ അനിൽകുമാർ പറയുന്നുണ്ട് സർക്കാർ നഷ്ടം കണക്കാക്കി തുടങ്ങി എന്നുള്ളത്. അത് ഇത്ര ഈസി അല്ല. പ്രത്യേകിച്ച് ഈ പ്രശ്നത്തിൽ എനിക്ക് തോന്നുന്നത് ഇന്ന് 1488 വീടുകളുടെ പരിശോധനയാണ് കഴിഞ്ഞിട്ടുള്ളൂ. അതിൽ ഏകദേശം 330 വീടുകൾ പൂർണ്ണമായി തകർന്നതും 170ഓളം വീടുകൾ ഭാഗികമായി തകർന്നതും 500ഓളം വീടുകൾ തകരാത്തതും എന്നാൽ അവിടെ താമസിക്കാൻ പറ്റുമോ എന്നുള്ളത് സർക്കാർ പറയേണ്ടതുമായ വീടുകളൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു സ്മോൾ സ്കെയിൽ അല്ല ഇതിനകത്ത്. അപ്പോൾ ആ നഷ്ടം എന്ന് പറയുന്നത് കേവലം വീട് മാത്രമല്ല. വീടുണ്ട്, അവരുടെ സ്വയം തൊഴിലുണ്ട്, അവരുടെ ലാൻഡുണ്ട്, അവരുടെ ഫൈനാൻഷ്യൽ ബാധ്യതകളുണ്ട്, അവരുടെ ഇനി അങ്ങോട്ടുള്ള ഉപജീവനത്തിന്റെ കാര്യങ്ങൾ. ഞാൻ ഇടയ്ക്കൊരു കാര്യം ചോദിച്ചോട്ടെ, അതായത് താങ്കൾ പറഞ്ഞു വരുന്നത് ഈ കേന്ദ്രത്തിന്റെ പാക്കേജ് പ്രഖ്യാപനം വൈകുന്നു എന്നത് മാത്രമല്ല, അടിയന്തര ധനസഹായത്തിന്റെ കാര്യത്തിലാണെങ്കിലും വീട് വാടകയ്ക്ക് എടുത്തു കൊടുക്കുന്നതടക്കമുള്ള താൽക്കാലിക പുനരധിവാസത്തിന്റെ കാര്യത്തിലുമൊക്കെ ഈ സർക്കാരിന്റെ ഇടപെടൽ കാര്യക്ഷമമല്ല എന്നാണോ താങ്കളുടെ ആക്ഷേപം? രണ്ടാമത്തെ കാര്യം, പുത്തുമലയിലെ കാര്യം താങ്കൾ പറഞ്ഞു. പുത്തുമലയിൽ ഞാൻ മനസ്സിലാക്കുന്നത് അവിടെ വീട് വെച്ചു കൊടുത്തതും അടിസ്ഥാന സൗകര്യം ഒരുക്കിയതുമൊക്കെ സന്നദ്ധ സംഘടനകളും വ്യക്തികളുമൊക്കെ ഇടപെട്ടാണ്, സ്വകാര്യ കമ്പനികൾ വ്യക്തികളുമൊക്കെ ചേർന്നാണ്. അപ്പോൾ അതുപോലെയല്ല വേണ്ടത്. സർക്കാരിൻ്റെ മേൽനോട്ടത്തിൽ സർക്കാർ തന്നെ ഇടപെട്ട് സാമാന്യം ഭേദപ്പെട്ട രീതിയിലായിരിക്കണം ഈ മേഖലയിലുള്ളവരുടെ സ്ഥിരമായ പുനരധിവാസം എന്നതുമാണോ? തീർച്ചയായും. ഞാൻ ഈ 10,000 രൂപയിൽ ഞാൻ ഗോപികൃഷ്ണൻ പറഞ്ഞത് നമ്മൾ 10,000 രൂപ 62 പേർക്ക് കൊടുത്തു, അത് സത്യമാണ്. പക്ഷേ നമ്മളുടെ ക്യാമ്പിലുള്ള ആളുകളുടെ എണ്ണം 4,600 ചില്ലറയാണ്. അപ്പോൾ അത്രയും ആളുകളിൽ ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് ഡയറക്റ്റ് അഫക്റ്റ് ചെയ്ത ആളുകളുടെ എണ്ണം തന്നെ വല്ലാത്ത രീതിയിൽ വർദ്ധിച്ചു വരും. കാരണം 300ഓളം വീടുകൾ പൂർണ്ണമായി തകർന്നതും മറ്റ് ഭാഗികമായി തകർന്നതും തന്നെ ആളുണ്ട്. പക്ഷെ അവിടെയൊന്നും ഈ പണം 10,000 രൂപ എത്തിയിട്ടില്ല. അത് സ്പീഡാക്കണം. അത് സ്പീഡാവണമെന്ന് പറയാൻ കാരണം ഈ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഇത് ട്രാൻസ്ഫർ ചെയ്യുന്നുള്ളത് കൊണ്ടാണ് ഈ കാലതാമസം. അതിന് സർക്കാരിന് വേണമെങ്കിൽ ഇവർക്ക് ബൈ ഹാൻഡ് കൊടുക്കാൻ പറ്റുമോ എന്നുള്ളത് സർക്കാർ പരിശോധിക്കേണ്ടതാണ്. അങ്ങനെ കൊടുക്കാൻ പറ്റുമ്പോൾ എളുപ്പത്തിൽ ഇത് പരിഹരിക്കാം. അല്ലെങ്കിൽ ഈ ബാങ്ക് അക്കൗണ്ട് ത്രൂ എന്ന് പറയുന്ന ഈ പ്രോസസ്സ് ഒരാഴ്ച കൂടി ഇങ്ങനെ നീണ്ട് പോകും. ഇത് ഒരാൾക്ക് ക്യാമ്പിൽ കിട്ടും, മറ്റൊരാൾക്ക് കിട്ടില്ല. അതൊരു വലിയ പ്രയാസം ഉണ്ടാകും എന്നുള്ള കാര്യത്തിലാണ്. അതുകൊണ്ടാണ് അതിൽ വൈകുന്നുണ്ട് എന്ന് പറയുന്നത്. പുത്തുമലയിൽ കൃത്യമാണ്. പുത്തുമലയിൽ സർക്കാരിന് ഭൂമി സൗജന്യമായിരുന്നു. അവിടെ നിർമ്മിച്ച വീടുകൾ എന്ന് പറയുന്നത് സ്പോൺസർഷിപ്പാണ്. പല NGOസുകൾ, പല സംഘടനകളാണ്. അതിനകത്ത് ഇപ്പോൾ കിണർ നിർമ്മിച്ചൊരു സംഘടനയാണ്, ടാങ്ക് നിർമ്മിച്ച ഒരു സംഘടനയൊക്കെയാണ്. പക്ഷേ ഇതിന് പകരം സർക്കാർ ലാൻഡ് കണ്ടെത്തുകയാണെങ്കിൽ ഇപ്പോൾ ഒരുപാട് സ്പോൺസർമാരുണ്ട്. ആ സ്പോൺസർമാർക്ക് വീടുകളുടെ ബെനിഫിഷ്യറിയെ ജില്ലാ ഭരണകൂടം തീരുമാനിക്കുകയും ആ ബെനിഫിഷ്യറിയായ കുടുംബത്തിൽ എത്ര അംഗങ്ങളുണ്ട് എന്നുള്ളത് നോക്കി അതിനുതകുന്ന രീതിയിൽ വീട് നിർമ്മിക്കാൻ അവർക്ക് തന്നെ ചുമതലപ്പെടുത്താം. അല്ലെങ്കിൽ സർക്കാർ ഏജൻസിക്ക് തന്നെ നേരിട്ട് നടത്തി പണം വാങ്ങുകയും ചെയ്യും. എങ്ങനെ വേണമെങ്കിലും ചെയ്യും. പക്ഷേ അത് പ്രോപ്പർ ആയിരിക്കണം എന്നുള്ളതാണ്. പക്ഷെ നമ്മൾ എന്താണോ ടൗൺഷിപ്പിൽ പ്രഖ്യാപിക്കുന്നത് അത് പ്രഖ്യാപനം മാത്രമായി നിൽക്കരുത്. കാരണം പുത്തുമലയിൽ വേറൊന്നും ഞാൻ പറയുന്നില്ല, ഒരുപാട് പ്രഖ്യാപനങ്ങളുണ്ട്. ഫിറോസ് നേരത്തെ പറഞ്ഞു, ഫിറോസിൻ്റെ കയ്യിൽ അതിലെ അന്നത്തെ ടൗൺഷിപ്പിൻ്റെ വാർത്തയുണ്ട്. ഒരു ഹെൽത്ത് സെൻ്ററാണ്. വളരെ ഒരു മനുഷ്യനൊരു നീഡി ആയിട്ടുള്ള കാര്യമാണ് ഒരു ഹെൽത്ത് സെൻ്റർ. ആ പ്രദേശത്ത് 54 വീടിൽ ആളുകൾ അവിടെ താമസിക്കുന്ന അത് നമുക്ക് ഇതുവരെ ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ നമ്മൾ ടൗൺഷിപ്പ് എന്ന് പറയുന്ന കാര്യം പറയുമ്പോൾ അതിനകത്ത് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ഉണ്ടാവില്ല. കാരണം എല്ലാം ചെയ്യാൻ പറ്റുന്ന, പക്ഷെ അത് സമയബന്ധിതമായി ചെയ്യണം.
അത് നമ്മൾ ചെയ്തില്ല എന്നുള്ളതാണ് പുത്തുമലയിൽ ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ ഒരു പരാജയം എന്ന് പറയുന്നത്. അത് മുണ്ടക്കൈക്കാർക്ക് അറിയാം. അതുകൊണ്ടാണ് അവർ പറയുന്നത് അതുപോലെ പറ്റില്ല എന്ന് പറയുന്നത്. ഇപ്പം ഞാൻ 1 വർഷത്തെ വാടക കൊടുക്കണമെന്ന് പറയാനുള്ള ഒരു കാരണം, പുത്തുമലയിൽ നിന്നും ആളുകളെ നമ്മൾ വാടക വീട്ടിലേക്ക് പറഞ്ഞയക്കുമ്പോൾ വാടക കൃത്യമായി മാസങ്ങളിൽ ലഭിക്കുമെന്ന് പറയുകയും 6-7 മാസം കഴിയുമ്പോൾ ഇത് ലഭിക്കാതെ നമ്മൾ ഇതിൽ അവർ വാടകയ്ക്ക് നിന്ന കാലാവധി ഏകദേശം 2.5 മുതൽ 3 കൊല്ലം വരെയാണ്. ഇതിലൊരു 6-7 മാസത്തെ നമ്മൾ കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ അവിടെ വലിയ തർക്കം ഉണ്ടാവുകയാണ്. കാരണം ഇവർക്ക് വരുമാനമില്ല, വാടക കിട്ടാറിയായി, അപ്പുറത്തേക്ക് തർക്കം ഉണ്ടായി, ഇതിന് മധ്യസ്ഥം പറയാൻ ഇവിടുത്തെ ലോക്കൽ പഞ്ചായത്ത് മെമ്പർമാർ ചെല്ലേണ്ട ഗതി വരും, ഇത് കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. അങ്ങനെയുള്ളൊരു പ്രശ്നം ഇതിലുണ്ടാവരുത്. വാടക സർക്കാർ നിശ്ചയിക്കുന്നു, ആ വാടകയ്ക്ക് വീടുകൾ ലഭ്യമാകണമെങ്കിൽ 1 വർഷത്തെ തുക അവർക്ക് പേയ്മെൻറ്റ് ചെയ്ത് അവർക്ക് വേണ്ട ഗൃഹോപകരണങ്ങളെല്ലാം ഒരുക്കി അവരെ അങ്ങോട്ട് മാറ്റുക എന്നുള്ളതാണ് ആദ്യഘട്ടത്തിൽ. അങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്ക് ഈ ക്യാമ്പുകൾ മാറ്റാൻ പറ്റുകയുള്ളൂ. പക്ഷെ നഷ്ടം കണക്കാക്കുക എന്ന് പറയുന്നത് വലിയ പ്രോസസ്സാണ്. ഈ നഷ്ടം മുഴുവൻ കണക്കാക്കി പുനരധിവാസ പാക്കേജാണ് നമ്മൾ കേന്ദ്രത്തിൽ സമർപ്പിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഈ പുനരധിവാസ പാക്കേജുമായി നമ്മൾ ചർച്ച തുടങ്ങിയിട്ടില്ല. പുനരധിവാസ പാക്കേജ് എങ്ങനെയാവണം എന്നുള്ളത് ചർച്ച നമ്മൾ ഇതുവരെ ആരംഭിച്ചിട്ടില്ല. ലാൻഡ് എവിടെയാണെന്ന് നമ്മൾ ആരംഭിച്ചിട്ടില്ല. എത്ര വീടുകൾ വേണമെന്ന് നമ്മൾ ആലോചിച്ചിട്ടില്ല. അതിൽ മൈക്രോ പ്ലാൻ എന്താണെന്ന് നമ്മൾ ആലോചിച്ചിട്ടില്ല. നമുക്ക് ഇനി ആ ഭാഗങ്ങളിലേക്ക്